അമേരിക്കയും ഇസ്രയേലും ഒന്നിച്ച് ഇറാനെതിരെ തുടങ്ങിയ സംഘർഷത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതോടെ കപ്പൽ കമ്പനികൾ പുതിയ സമുദ്രപാതകളെ ആശ്രയിച്ചു തുടങ്ങിയതായി റിപ്പോർട്ടുകൾ. ചരക്കു നീക്കത്തിനായി മരുഭൂമിയിലെ പുതിയ പാതകൾക്കൊപ്പം കടലിലെ പുതിയ പാതകളും പരീക്ഷിക്കുകയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. ഇതോടെ ആഗോള കണ്ടെയ്നർ കപ്പൽ ഗതാഗതത്തിന്റെ ഒരു കേന്ദ്രമായി ആഫ്രിക്ക മാറിക്കൊണ്ടിരിക്കുന്നതായും വിദഗ്ധർ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തെ തുടർന്ന് കപ്പൽ ഗതാഗത മേഖലയിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായി നിലനിൽക്കുന്ന ഉപരോധം മൂലം കടൽ മാർഗം ഗൾഫ് രാജ്യങ്ങളുടെ തീരങ്ങളിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റുൽപ്പന്നങ്ങളും ട്രക്കുകൾ വഴി എത്തിക്കുന്നതിന് ബദൽ കരമാർഗങ്ങൾ കണ്ടെത്താൻ കപ്പലുടമകളെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ചെങ്കടലിലെ സൗദി തുറമുഖമായ ജിദ്ദ പുതിയൊരു പ്രാദേശിക ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഇവിടെ MSC, CMA, CGM, മെയക്സ്, കോസ്കോ തുടങ്ങിയ പ്രമുഖ കപ്പൽ കമ്പനികളുടെ കപ്പലുകൾ സൂയസ് കനാൽ വഴി എത്തുന്നുണ്ട്. അവിടെ നിന്ന് ചരക്കുകൾ മരുഭൂമിയിലൂടെയുള്ള പാത വഴി ട്രക്കുകളിൽ ഷാർജ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു. നേരത്തെ ചരക്കിറക്കാൻ 17 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നിരുന്നിടത്ത് ഇപ്പോൾ ശരാശരി 36 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്കിന് പുറത്തുള്ള 3 തുറമുഖങ്ങൾ കൂടി ഉപയോഗിക്കുമെന്ന് കപ്പൽ ഉടമകൾ അറിയിച്ചിട്ടുമുണ്ട്. ഒമാനിലെ സോഹാർ, UAEയിലെ ഖോർഫക്കാൻ, ഫുജൈറ എന്നിവയാണവ. ജോർദാനിലെ അഖബ തുറമുഖം ഇറാഖിലെ ബാഗ്ദാദിലേക്കും ബസ്രയിലേക്കും ചരക്കയക്കാനുള്ള താവളമായി പ്രവർത്തിക്കുന്നു. അതേസമയം തുർക്കി വഴിയുള്ള ഒരു പാത വടക്കൻ ഇറാഖിലെയും ചരക്ക് നീക്കം അനുവദിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര പാതകളിൽ ഏഷ്യ, യൂറോപ്പ് കണ്ടെയ്നർ കപ്പലുകൾ സൂയസ് കനാൽ ഒഴിവാക്കുന്ന സാഹചര്യം ഇറാൻ യുദ്ധത്തിന് മുൻപേ തുടങ്ങിയതാണെങ്കിലും നിലവിലെ സംഘർഷവുമായി ഇതിന് വലിയ ബന്ധവുമുണ്ട്. 2023 നവംബർ 19-ന് യമന്റെ തീരത്ത് നിന്ന് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ കണ്ടെയ്നർ കപ്പലിന് നേരെ നടത്തിയ ആദ്യ ആക്രമണത്തോടെയാണ് ബാബ് അൽ മദദ് കടലിടുക്ക് മുതൽ സൂയസ് കനാൽ വരെയുള്ള ചെങ്കടൽ പാത ഒഴിവാക്കി തുടങ്ങിയതെന്ന് കമ്മോഡിറ്റി പ്രസിദ്ധീകരിച്ച സൈക്ലോപ്പ് വ്യക്തമാക്കുന്നു. കപ്പലുകളുടെ പാത മാറ്റുന്നത് ഇപ്പോൾ ഒരു പതിവായി മാറിയിരിക്കുന്നുവെന്ന് കെപ്ലറിലെ കണ്ടെയ്നർ ഇന്റലിജൻസ് മേധാവിയും അറിയിച്ചു. ഇവർ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം വഴി ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി വീണ്ടും വടക്കോട്ട് യൂറോപ്പിലേക്ക് മെഡിറ്ററേനിയൻ ഭാഗത്തേക്കും സഞ്ചരിക്കുന്നു. കപ്പലുകളിലെ GPS സിഗ്നലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ പോർട്ട് വാച്ച് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം 3 വർഷത്തിനുള്ളിൽ 3 ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. അതേസമയം ബാബ് അൽ മദദ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം പകുതിയിലധികം കുറയുകയും ചെയ്തു. ഈ വർഷം മാർച്ച് 1-നും ഏപ്രിൽ 24-നും ഇടയിൽ പ്രതിദിനം ശരാശരി 20 വാണിജ്യ കപ്പലുകൾ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി സഞ്ചരിച്ചു. 2023-ലെ ഇതേ കാലയളവിൽ ഇത് 6 കപ്പലുകൾ മാത്രമായിരുന്നു. എന്നാൽ ചെങ്കടലിലെ ഗതാഗതം കുറഞ്ഞിട്ടുണ്ട്. 2023 മാർച്ചിലും ഏപ്രിലും ഇടയിൽ ബാബ് അൽ മദദ് വഴി പ്രതിദിനം 18 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 3 വർഷത്തിനു ശേഷം ശരാശരി കപ്പലുകളുടെ എണ്ണം 5 കുറഞ്ഞു. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള യാത്രാസമയം ശരാശരി 2 ആഴ്ചയോളം വർദ്ധിച്ചു എന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യാഘാതം. അതേസമയം ചില ആഫ്രിക്കൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കം വർദ്ധിക്കുന്നതായി കണക്കാക്കപ്പെടുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനിടെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ US അന്താരാഷ്ട്ര സഹായം തേടുന്നുവെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. കടലിടുക്ക് തുറക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ അന്താരാഷ്ട്ര സഖ്യം രൂപവൽക്കരിക്കാനാണ് US ലക്ഷ്യമിടുന്നത്. സഖ്യത്തിന്റെ ഭാഗമാകാൻ US വിദേശകാര്യ വകുപ്പ് മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ എണ്ണവില 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം. മാരിടൈം ഫ്രീഡം കൺസ്ട്രക്ട് എന്ന പേരിലാകും US രൂപവൽക്കരിക്കുന്ന അന്താരാഷ്ട്ര സഖ്യം അറിയപ്പെടുക. വിവരങ്ങളുടെ കൈമാറ്റം, നയതന്ത്ര മാർഗങ്ങളിലെ ഏകോപനം, ഉപരോധങ്ങൾ നടപ്പാക്കാൻ സഹായം എന്നിവയാകും ഈ സഖ്യം ചെയ്യുകയെന്നാണ് US വിദേശകാര്യ വകുപ്പ് നൽകുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.